ഇത്തരം കാര്യങ്ങളെ സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ, അത് പൊതു ഇടങ്ങളിൽ പൊതുവിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതായിരുന്നു നമ്മുടെ ഏറ്റവും ആദ്യത്തെ വാദം. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പിന്നീട് മുന്നോട്ട് വെച്ച കാര്യം, ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരുപാട് സംവിധാനങ്ങളുടെ മേലെ കൂടെയാണ് ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ആദ്യമായിട്ടല്ല കുട്ടികൾ വ്യായാമം ചെയ്യുന്നത്. ഇത്രയും കാലം ഇല്ലാത്ത സ്ട്രെസ്സ് 2024 മാത്രം കുട്ടികൾക്ക് പെട്ടെന്ന് ഉടലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനത്തെ, പരിഷ്കരണത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ആശയ അടിത്തറ, അതിനൊരു സയൻറ്റിഫിക് ബാക്കിംഗ് വേണമെന്ന് നമ്മൾ കൃത്യമായും ആവശ്യപ്പെട്ടു. മാത്രമല്ല, നമ്മൾ അതോടൊപ്പം തന്നെ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ആർക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്? ഇവിടെ കേവലം പൊടുന്നനെയുള്ളൊരു ജംബോ സുംബയാവുന്ന പരിപാടിയാണെങ്കിൽ അവിടെ കൃത്യമായും ഇവിടെ വിദ്യാഭ്യാസ സംസ്കാരം എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതും അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക നോളജ് യഥാർത്ഥത്തിൽ വേണമായിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യത്തെ സ്കൂളുകളിലേക്ക് സർക്കുലറായി വന്നത്. എങ്ങനെയാണ് സർക്കുലറായി വന്നത്? സൂംബ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആചരിക്കണം, അങ്ങനെ തന്നെയാണ് വന്നത്. മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ സർക്കുലർ വന്നത്. ആ സർക്കുലർ വീണ്ടും വീണ്ടും വായിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നത് ബന്ധപ്പെട്ട ഉന്നത ഓഫീസർമാർ നടപ്പിലാക്കിയെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യത്തെ മാത്രമല്ല, ഒരു PT പീരീഡിൽ ഒരുപാട് കളികൾക്കിടയിൽ ഒരു കളി, അങ്ങനെയൊന്നുമല്ല. സ്കൂളിൽ മാസ് ഡ്രില്ല് പോലെ എല്ലാ കുട്ടികളെയും ലഹരി വിരുദ്ധ ദിനത്തിൽ ഒന്നിച്ചു കൂട്ടി നടത്തണമെന്നാണ് പറഞ്ഞത്. അവിടെ കൃത്യമായ വിയോജിപ്പ്, എതിർപ്പ് നമ്മൾ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നത്. അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി മുന്നോട്ട് വെച്ചതുപോലെ തന്നെ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോവുകയാണ്. അല്പവസ്ത്രം, കൂടിക്കലരൽ, തുള്ളിച്ചാടൽ, ഇതൊക്കെയാണ് അവർ ആ പോസ്റ്റിൽ മുഴുവൻ കണ്ടത്. പക്ഷെ നമ്മൾ അന്നും വ്യക്തമായി പറഞ്ഞു, ഇത് അതിൻ്റെ വിഷയമല്ല. അവിടെ പരാമർശിച്ച ഓരോ വിഷയങ്ങളിലും യഥാർത്ഥത്തിൽ ഇവിടെ സാംസ്കാരികമായി ഈ സമൂഹത്തെ ഒരു ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമുണ്ട്. അത് എന്താണ് എന്നാണ് അവർക്ക് മനസ്സിലാവാത്തത്. അത് നമുക്ക് ഇന്ന് മനസ്സിലാക്കി കൊടുക്കണം.